നഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഫോട്ടോഗ്രാഫറായ മോഹൻ ഒരു രാത്രി അപ്രത്യക്ഷനായി. പ്രൊഫഷണൽ സർക്കിളുകളിൽ മാത്രം അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നില്ല മോഹൻ. സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ആളായിരുന്നു. അയാളുടെ തിരോധാനം ഒരു ദേശീയ വാർത്തയായി. ദിവസങ്ങൾ കടന്നുപോയി. പോലീസിന് ഒരു തുമ്പും കിട്ടിയില്ല. ഒടുവിൽ മോഹന്റെ കുടുംബം സ്വകാര്യ ഡിറ്റക്റ്റീവ് വില്യംസിനെ സമീപിച്ചു. വില്യംസ് മോഹന്റെ ആഡംബര സ്റ്റുഡിയോയിലെത്തി. അവിടുത്തെ കാഴ്ച വളരെ വിചിത്രമായിരുന്നു. ചില്ലുകൾ തകർന്നിരിക്കുന്നു, സാധനങ്ങൾ വാരിയെറിഞ്ഞ നിലയിൽ. പക്ഷേ ഒരു മോഷണം നടന്നതിൻ്റെ യാതൊരു ലക്ഷണമില്ല. വിലപിടിപ്പുള്ള ലെൻസുകൾ പോലും അതേപടിയിരിക്കുന്നു. മോഹൻ എന്തിനെയോ ഭയന്നു, അല്ലെങ്കിൽ ആരെയോ കാത്തിരുന്നു. വില്യംസ് സ്റ്റുഡിയോ മുഴുവൻ അരിച്ചുപെറുക്കി. തകർന്ന ഒരു ക്യാമറയിൽ നിന്ന് അയാൾ ഒരു മെമ്മറി കാർഡ് പുറത്തെടുത്തു. കാർഡിലാകെയുണ്ടായിരുന്നത് പകുതി കത്തിപ്പോയ ഒരു ചിത്രമായിരുന്നു. ചിത്രം തീർത്തും വ്യക്തമല്ല, പക്ഷേ അതിലൊരു ലോഹത്തിന്റെ തിളക്കം വില്യംസ് ശ്രദ്ധിച്ചു. കൂടുതൽ തെളിവുകൾ തേടി അയാൾ മോഹന്റെ വർക്ക് ഡെസ്കിലേക്ക് തിരിഞ്ഞു. പൊടിപടലങ്ങൾക്കിടയിൽ വില്യംസ് ഒരു ചെറിയ പെൻഡ്രൈവ് കണ്ടെത്തി. അതിലായിരുന്നു രഹസ്യം ഒളിഞ്ഞിരുന്നത്. പെൻഡ്രൈവിലുണ്ടായിരുന്നത് ഫൈനൽ GPG എന്ന പേരുള്ള ഒരൊറ്റ ചിത്രമായിരുന്നു. വില്യംസ് ലാപ്ടോപ്പിൽ ചിത്രം തുറന്നു. അതൊരു മങ്ങിയ നഗരത്തിൻ്റെ ചിത്രമായിരുന്നു. തികച്ചും സാധാരണമായി തോന്നിയത്. ഇതിലെന്ത് രഹസ്യമാണുള്ളത്? വില്യംസ് ചിന്തിച്ചു. അയാൾ ചിത്രം മാക്സിമം സൂം ചെയ്തു. അപ്പോഴാണ് സത്യം വെളിവായത്. നഗരത്തിൻ്റെ തിരക്കിൽ ഒരു ഒറ്റപ്പെട്ട ജനലിനടുത്ത് കറുത്ത വസ്ത്രം ധരിച്ച ഒരാൾ നിഴൽ പോലെ നിൽക്കുന്നു. ആ നിഴൽ മനുഷ്യന്റെ മുഖം വ്യക്തമല്ലായിരുന്നു. പക്ഷേ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഉപകരണം നേരത്തെ പകുതി കത്തിപ്പോയ ചിത്രത്തിൽ കണ്ട ലോഹത്തിന്റെ തിളക്കത്തിന് സമാനമായിരുന്നു. ആ നിഴൽ രൂപം നിൽക്കുന്ന കെട്ടിടം വർഷങ്ങളായി ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ ഫാക്ടറിയായിരുന്നു. വില്യംസിന് ഉറപ്പായി, താൻ കണ്ട ഈ രൂപമാണ് മോഹന്റെ കിഡ്നാപ്പിങ്ങിന് പിന്നിൽ. ഈ ചിത്രം ഒരു കെണിയായിരുന്നു. മോഹൻ സ്വയം ഒളിപ്പിച്ചു വെച്ച കെണി. ആരാണയാൾ? മോഹൻ വെറുമൊരു ഫോട്ടോഗ്രാഫർ മാത്രമാണോ? ഉത്തരങ്ങൾ തേടി വില്യംസ് തൻ്റെ കാറിൽ ആ ഫാക്ടറി ലക്ഷ്യമാക്കി യാത്രയായി. മോഹന്റെ നിഴൽ എങ്ങോട്ടാണ് വില്യംസിനെ നയിക്കുന്നത്? ആ ഉപേക്ഷിക്കപ്പെട്ട ഫാക്ടറിക്കുള്ളിൽ എന്ത് സത്യമാണ് അവനെ കാത്തിരിക്കുന്നത്? അറിയാം അടുത്ത പാർട്ട് 2. അതിനാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.